പക്ഷേ 2005 പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിൽ വിക്ടർ വോം ഡൂമിന്റെ കഥ കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഇവിടെ വിക്ടർ ഒരു രാജാവോ മന്ത്രവാദിയോ ഒന്നുമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നിന്റെ സിഇഒ ആണ്. പക്ഷേ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ജേണി അദ്ദേഹത്തിന്റെ ജീവിതവും ലോകത്തിന്റെ ഭാവിയും എന്നേക്കുമായി മാറ്റിമറിച്ചു. വർഷങ്ങളായി റീഡ് ഒരു കണ്ടെത്തലിന്റെ പിന്നാലെയായിരുന്നു. സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രത്യേകതരം കോസ്മിക് എനർജി പഠിക്കാൻ റീഡ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ കോസ്മിക് എനർജി മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയാണെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ ഇതിന് വലിയ തുക ചിലവുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പഴയ സുഹൃത്തും കോടീശ്വരനുമായ വിക്ടർ വോം ഡൂമിന്റെ സഹായം തേടുന്നു. വിക്ടറിന് പണം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അധികാരവും ഉണ്ടായിരുന്നു. അവൻ എടുക്കുന്ന ഓരോ തീരുമാനവും അന്നത്തെ മാർക്കറ്റിനെ പോലും സ്വാധീനിച്ചിരുന്നു. പക്ഷേ വിക്ടറിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത് റീഡ് റിച്ചാർഡ്സ് തന്നെയായിരുന്നു. കാരണം കോളേജ് കാലം മുതൽക്ക് തന്നെ റീഡിന്റെ ബുദ്ധി വിക്ടറിനെ വളരെയധികം അസ്വസ്ഥനാക്കിയിരുന്നു. എങ്കിലും കോസ്മിക് പ്രോജക്റ്റ് കോടികൾ നേടിക്കൊണ്ടുവരുമെന്ന് വിക്ടർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ പദ്ധതിക്ക് പണം മുടക്കാൻ അയാൾ സമ്മതിച്ചു.